അനീഷ് ഇത് വിടുന്ന ലക്ഷണമൊന്നുമില്ല. അനീഷ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ്. അനീഷ് പറയുന്നത് ഫാമിലി വന്നതിന് ശേഷമാണ് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയത്. അനീഷ് ഒറ്റപ്പെടുത്തൽ കാർഡ് ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമമെന്ന് തോന്നുന്നു. നൂറ പറയുന്നത് താൻ പോടുമെന്ന്. നൂറയ്ക്ക് ദേഷ്യം വരുന്നത് കാരണം രാവിലെ തൊട്ട് ചൊറിയാണ് ആ പിള്ളേരടുത്ത്. രാവിലെ തന്നെ പറയുന്ന നിങ്ങൾക്ക് ഷാനവാസാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അത് കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബിഗ് ബോസ് ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഗ്യാസും ഇതൊന്നും ഇല്ലെന്ന്. അപ്പം അനീഷിന് വേറെ കണ്ടൻ്റൊന്നും ഇല്ലല്ലോ. അനീഷ് അതുകൊണ്ട് രാവിലെ തന്നെ തുടങ്ങിയേക്കുവാണെന്ന് തോന്നുന്നു. ആദിലയുടെ നൂറയെടുത്ത് ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. ഷാനവാസിനെ അതിനിടയ്ക്ക് പിടിച്ചിടുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കയറി ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്തിനാണ് ചേട്ടാ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എല്ലാവരും ചേട്ടനെതിരായിട്ട് തിരിക്കുന്നതെന്നാക്കുന്നത്? അതെന്തിനാണ് അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത്? ഇവിടെ ആരാണ് ചേട്ടനെ ഒറ്റപ്പെടുത്തി കളിക്കുന്നത്? ചേട്ടനെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും, ചേട്ടൻ ഇങ്ങനത്തെ ഒരു ഗെയിമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയും. ഉടനെ ഷാനവാസ് പറയും നേരത്തെ അവന് ഉപ്പും മുളകിൻ്റെയൊക്കെ കണ്ടൻ്റായിരുന്നു, അതില്ല ഇതില്ല പഞ്ചസാരയില്ല എന്നൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനത്തെ കണ്ടൻ്റൊന്നും ഇല്ല, അതിനാണ് ഇങ്ങനെ എല്ലാവരുടെയും പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഷാനവാസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് കുറേയൊക്കെ കണ്ണടച്ച് സുഹൃത്ത് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അനീഷ് കിട്ടുന്നിടത്തൊക്കെ ഷാനവാസിനെ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു ശത്രുവിനോടെന്നാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനോട് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അനുവിൻ്റെ പുറകെ നടന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതുകൊണ്ടൊക്കെ ഷാനവാസിൻ്റെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെടാതുണ്ടായിരുന്നു. പക്ഷേ അനീഷ് ഷാനവാസിനോട് കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. കാരണം അനീഷിനെ എപ്പോഴും ചേർത്ത് നിർത്തിയ ഒരാളാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്ന രീതി പോലും അനീഷിൻ്റെ ശരിയല്ല. ഒരു ശത്രുവിനെ നോമിനേറ്റ് ചെയ്യുന്ന കണക്കുള്ള ഇതാണ് ഷാനവാസ്. അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഉള്ള സീസണുകളിൽ രണ്ടുപേർ തമ്മിൽ ഇരുന്ന് സംസാരിക്കുമായിരുന്നു, നീ അങ്ങനെ ചെയ്തത് ശരിയല്ല എന്നൊക്കെ. അനീഷ് പക്ഷേ അങ്ങനെയല്ല. അനീഷ് എത്ര നേരം ഷാനവാസ് ഇരുന്നാലും ഷാനവാസിനോട് ഒരു കാര്യങ്ങൾ അന്നേരം സംസാരിക്കേണ്ട. പക്ഷേ ഒരു നോമിനേഷൻ വരികയോ ജയിൽ നോമിനേഷൻ വരികയോ ഒക്കെ ചെയ്യുമ്പം അനീഷ് വന്ന് ഷാനവാസിനെ അങ്ങ് വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തൊരു സ്വഭാവമാണ്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അനീഷിൻ്റെ ആ ഒരു രീതി. പക്ഷേ എന്നിട്ടും ഷാനവാസിന് അത്രയൊക്കെ പറഞ്ഞിട്ടും ഷാനവാസ് അനീഷിനെ നോമിനേറ്റ് ചെയ്തില്ല. അതാണ് ഒരു പ്രത്യേകത. ഷാനവാസ് ബിന്നിയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത്. എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.